അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഖുതുബ വിഷയം ബിദ്അത്തിനെ സംബന്ധിച്ചാണ്. ബിദ്അത്ത് എന്നുള്ളതിന്റെ ഭാഷാർത്ഥം പുതിയത് എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ദീനിലുണ്ടായ പല കാര്യങ്ങൾക്ക് ബിദ്അത്ത് എന്ന് പറയുന്നു. ബിദ്അത്ത് രണ്ട് വിധം ബിദ്അത്തുണ്ട്. ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ സയ്യിഅ. നല്ല ബിദ്അത്ത്, ചീത്ത ബിദ്അത്ത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായ ബിദ്അത്തിൽ നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ബിദ്അത്തുണ്ട്, സുന്നത്തായ ബിദ്അത്തുണ്ട്, ജായിസായ ബിദ്അത്തുണ്ട്, കറാഹത്തായ ബിദ്അത്തുണ്ട്, ഹറാമായ ബിദ്അത്തുണ്ട്. നിർബന്ധമായ ബിദ്അത്തിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ അവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ബിദ്അത്ത് വിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചു എന്നുള്ളതാണ്. തിരുമേനിയുടെ വഫാത്ത് സമയത്ത് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. അത് പല ആളുകളുടെയും മനസ്സിൽ മനഃപ്പാടമാക്കി വെച്ചതുണ്ട്. ചില ആളുകൾ ഈത്തപ്പനോ ഓലയുടെ മുകളിലും മറ്റു വസ്തുക്കളുടെ മേലും എഴുതി വെച്ചതുണ്ട്. അതെല്ലാം ഒരുമിച്ച് കൂടി ഒറ്റ ഗ്രന്ഥമാക്കി എന്നുള്ളത് നിർബന്ധമായും ചെയ്യേണ്ട ബിദ്അത്താണ്. ഇല്ലെങ്കിൽ ശേഷം വരുന്ന ജനങ്ങൾക്ക് ഈ ഖുർആൻ നഷ്ടപ്പെടുമായിരുന്നു. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് തറാവീഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിലായിട്ട് 20 റക്അത്തായി നിസ്കരിച്ചത്. നബിതങ്ങളുടെ കാലവും സിദ്ദീഖുൽ അക്ബറുടെ കാലവും ആളുകൾ പള്ളിയിൽ വന്ന് ഒറ്റയും തെറ്റയുമായിട്ട് പല ചിതറി നിസ്കരിക്കലായിരുന്നു. അത് ഒറ്റ ഇമാമിന്റെ കീഴിലാക്കി നിസ്കരിച്ചു. നിയമത്തിൽ ബിദ്അത്തു ഹാദി, ഇത് നല്ല ബിദ്അത്താണെന്ന് ഖലീഫ പറയുകയും ചെയ്തു. സുന്നത്തായ ഒരു ബിദ്അത്തിന്റെ ഉദാഹരണമാണ്. ഇനി ജായിസായ ബിദ്അത്ത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷമുള്ള വാഹനമോ അല്ലെങ്കിൽ ഭക്ഷണ രീതിയോ വസ്ത്രധാരണയോ അല്ല. എല്ലാ അടിസ്ഥാനത്തിലും പുരോഗമിച്ചു. നമ്മുടെ പാർപ്പിടം പുരോഗമിച്ചു, വാഹനം പുരോഗമിച്ചു, വസ്ത്രം പുരോഗമിച്ചു, ഭക്ഷണങ്ങൾ വരെ പുരോഗമിച്ചു. അതിന് ജായിസായ ബിദ്അത്ത് എന്ന് പറയുന്നു. എന്നാൽ ചില ബിദ്അത്ത് കറാഹത്തായ ബിദ്അത്ത് ഉണ്ട്. പള്ളി അനാവശ്യമായി മോടി കൂട്ടുക. അതേപോലെ തന്നെ ഹറാമായ ബിദ്അത്തുണ്ട്. തെറ്റായ ആശയങ്ങൾ, സിഹ്ർ പഠിക്കുക, മാരണം പഠിക്കുക, അത്തരം കാര്യങ്ങൾ പഠിക്കൽ ഹറാമായ ബിദ്അത്തുമാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിദ്അത്തിനെ സംബന്ധിച്ച് പറഞ്ഞു, ഇയ്യാക്കും വ മുഹ്ദസാത്തുൽ ഉമൂർ, നിങ്ങളും പുതിയ പുതിയ ആശയങ്ങൾ ശ്രദ്ധിക്കണം. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും ബിദ്അത്താണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുതിയ ആശയങ്ങളും അത് വഴികേടിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചില ആളുകൾ, ഇന്നത്തെ ആളുകൾ എല്ലാ ബിദ്അത്തും വഴികേടിലാണ് എന്ന് പറഞ്ഞു പരത്തുന്നു. അങ്ങനെയാണെങ്കിൽ കേരളീയ മുസ്ലിമീങ്ങളിൽ ആദ്യമുണ്ടായ സംഘടനയാണ് ബിദഈ സംഘടന. കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ആദ്യ കാലഘട്ടത്തിൽ അവരാണ് ഇവിടെ സംഘടന രൂപീകരിച്ചത്. ശേഷമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരണം ഉണ്ടായത്. അപ്പൊ ഈ സംഘടന നിബിധങ്ങളുടെ കാലത്തില്ലാത്തതാണല്ലോ, അത് ബിദ്അത്താണ്. സംഘടനയുടെ വാർഷികം കഴിക്കുക, അവർക്ക് പത്രം ഉണ്ടാവുക, ഇന്ന് ഈ കാണുന്ന രൂപത്തിലുള്ള സംഘടനാ കാര്യങ്ങളും മദ്രസ, പള്ളി, ഭരണങ്ങൾ ഒക്കെ ബിദ്അത്താണ്. പിന്നെ എല്ലാ ബിദ്അത്തും ദലാലത്തിലാകുകയാണെങ്കിൽ എല്ലാവരും ഈ ബിദ്അത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര പുരോഗമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകൾ പറയുന്നു, കുല്ലു ബിദ്അത്തിൻ സയ്യിഅത്തിൻ, മോശമായ ബിദ്അത്താണ് അവിടെ ഉദ്ദേശിച്ചത്. അഥവാ മാ യുഖാലിഫുൽ കിതാബ വസുന്ന, ഖുർആനിനോടും സുന്നത്തിനോടും എതിരാകുന്ന ബിദ്അത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഭാഷ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ബഹുമാനപ്പെട്ട അൽഫി കിതാബിന്റെ മുസന്നിഫായ ഇബ്നു മാലിക് തന്നെ പറയുന്നു, ഒമാമിനൽ മൻഊതി വന്നഅതി ഉഖിൽ, നഅത്ത് വിശേഷണങ്ങളും വിശേഷിക്കപ്പെട്ടതും ഒക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ യജൂസു, അത് കളയൽ ജായിസാണ്. വന്നഅത്തു യഖൽ, വിശേഷണം കളയൽ വളരെ കുറവാണ്, ആവശ്യമായത് കളയ എന്നുള്ളതിനൊരു ഉദാഹരണം പറഞ്ഞത് സൂറത്തുൽ കഹ്ഫിലെ ഈ ബഹുമാനപ്പെട്ട സയ്യിദന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിലുള്ള സംഭാഷണത്തിൽ പ്രകടമായത്. ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കപ്പലിനെ ദ്വാരപ്പെടുത്തി. എന്നിട്ട് ആ ഹറക്തഹ ലിതുഗ്രിക അഹ്ലഹ, ഇജി എന്തിനാണത് ദ്വാരം വരുത്തിയത്? ഈ കപ്പൽ യാത്രികരൊക്കെ നശിപ്പിക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം പറയുന്നു, അപ്പുറം ഒരു രാജാവുണ്ട്, സർവ്വ കപ്പലും അദ്ദേഹം പിടിച്ചെടുക്കുകയാണ്.
സർവ കപ്പലും കുല്ല സഫീനത്തിൻ എന്നുള്ളതിന് അവിടെ ഒരു വിശേഷം കുല്ല സഫീനത്തിൻ സ്വഹീഹത്തിൻ, എല്ലാം നല്ല കപ്പലും പിടിച്ചെടുക്കുന്നു എന്നാണ് സങ്കല്പിച്ചാലേ ആ കാര്യങ്ങളുടെ വിവക്ഷ പൂർണ്ണമാവുകയുള്ളൂ. എന്നതുപോലെയാണ് കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞതിന്റെ കുല്ലു ബിദ്അത്തിൻ മുഖാലിഫത്തിൻ കിതാബി വസുന്ന, ഖുർആനിനോടും സുന്നത്തിനോടും വിയോജിക്കുന്ന ബിദ്അത്താണ് ഹറാമായത്, അതാണ് വഴികേടിലാകുക എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ചില ആളുകൾ ബോധപൂർവം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ഉമ്മത്തിൽ പ്രധാന വിഭാഗമായ സുന്നി വിഭാഗം കേരളീയ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് മൗലിദ് ആഘോഷങ്ങള്, മൗലിദ് പാരായണങ്ങള്, ഇത്തരം കാര്യങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് അതൊക്കെയും വഴികേടിലാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, വാർഷിക പരിപാടികൾ, മദ്രസ നടത്തുക, അതിനൊരു സിലബസ് ഉണ്ടാക്കുക, അതിനൊരു പരീക്ഷ നടത്തുക, അതിനൊരു ബോർഡിനെ തീരുമാനിക്കുക, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നാം മുന്നോട്ട് പോയിരിക്കുകയാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നടത്തിയതുപോലെ അല്ലല്ലോ ദീനീ പ്രവർത്തനങ്ങൾ കാലോചിതമായിട്ട് നാം ഒക്കെയും പരിഷ്കരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊന്നും വിരോധമില്ല. ഖുർആനിനോടും സുന്നത്തിനോടും എതിരാകാതിരുന്നാൽ മതി. വിശുദ്ധ ഖുർആനിൽ കാണാം 59 അധ്യായം സൂറത്തുൽ ഹശറിൽ 7 സൂക്തത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ മുറുകെ പിടിക്കുക, എന്താണോ അവിടുന്ന് വിരോധിച്ചത് നിങ്ങൾ അത് വെടിയുകയും ചെയ്യുക. പിന്നെ അവിടെ ഒരു ചോദ്യം ഉണ്ട്. ഖുർആനും അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നിട്ടില്ല, നമുക്ക് തന്നിട്ടില്ല, കൃത്യമായിട്ട് അതിന്റെ രൂപത്തിൽ പൂർണ്ണമായി തന്നിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വിരോധിച്ചിട്ടില്ല. രണ്ടിന്റെയും ഇടയിലുള്ള സാധനങ്ങൾ എന്താണ്? റസൂല വിലക്കിയിട്ടുമില്ല, റസൂല ചെയ്തിട്ടുമില്ല. അവിടെയാണ് റസൂല പറഞ്ഞതിനോട് യോജിക്കുകയാണെങ്കിൽ അതിലേക്ക് താരതമ്യം ചെയ്ത് നല്ലതും, വിരോധിച്ചതിനോട് യോജിക്കുകയാണെങ്കിൽ താരതമ്യം ചെയ്ത് അത് ചീത്തയുമായി വിവക്ഷിക്കപ്പെടുന്നത്. അതിന് നല്ല നല്ല കാര്യങ്ങൾ ദീനിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെ ചീത്ത കാര്യങ്ങള് പ്രത്യേകമായിട്ട് അതിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. മൻ സന്ന ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ ഫലഹു അജുറുഹ, അതിന് അവന്റെ പ്രതിഫലമുണ്ട്. അജുറുമൻ അമില ബിഹ, അതനുസരിച്ചു പ്രവർത്തിച്ചവരുടെ പ്രതിഫലവും ഉണ്ട്. ഒമൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ചീത്ത ആരെങ്കിലും ഒരു ഇസ്ലാമിൽ കൊണ്ടുവരികയാണ് ഫലഹു വിസുർ, അതിന്റെ കുറ്റമുണ്ട്. വിസുറുമൻ അമില ബിഹ, അത് അനുസരിച്ച് പ്രവർത്തിച്ചവരുടെ കുറ്റവും ആ തുടങ്ങി വെച്ച ആളുകൾക്കുണ്ട്. ആ ശേഷം വരുന്ന തുടർന്നവരുടെ കുറ്റം എടുത്തിട്ടല്ല ഇയാളുടെ തലയിൽ വെക്കുന്നത്. എന്നുപോലെ നല്ല കാര്യങ്ങൾ ചെയ്ത് അനുഗമിച്ച ആളുകളുടെ പ്രതിഫലമല്ല തുടക്കം കുറിച്ച ആൾക്ക് കൊടുക്കുന്നത്, അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ട് കൊടുക്കുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിച്ചതെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമയിൽ രണ്ടാമതൊരു വാങ്ക് പുനഃസ്ഥാപിച്ചുവെങ്കിൽ അതിനൊന്നും സഹാബത്ത് എതിർത്തിട്ടില്ല. സഹാബത്തിൽ ആര് എന്ത് ചെയ്താലും അവരെ നിങ്ങൾക്ക് പിൻപറ്റാം എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നിട്ടുണ്ട്. ആ സുഹാബി കന്നുജും, എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്. അവരെ ആരോട് നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ നേർമാർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശ കുല്ലു ബിദ്അത്തിൻ, എല്ലാ ബിദ്അത്തും കൊണ്ട് ഉദ്ദേശം മോശമായ ബിദ്അത്താണ്, തെറ്റായ ബിദ്അത്താണ്. നല്ല ബിദ്അത്തിന് ഇത് ബാധകമല്ല. സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.